ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സ്കന്ദപുരാണം, ഭഗവാന്റെ തിരു അവതാര കഥകളും ഭഗവാന്റെ ജന്മ ഉദ്ദേശ കഥകളും കേൾക്കാനായി കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കഥ പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരിക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണം. നിങ്ങളും അവിടെ എവിടേക്കോ ഉള്ളതായി സങ്കല്പിക്കണം. അങ്ങനെ സർവേശ്വരൻ്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യണം. ഇവിടെ ശൂരപത്മാസുരനെ വധിക്കുന്നതിനായി, ദേവന്മാരെ രക്ഷിക്കുന്നതിനായിട്ടാണ് മുരുകദേവൻ അവതരിക്കുന്നത്. അതിനു മുന്നോടിയായി ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതായത് ശിവപാർവതി വിവാഹം നടക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം കുമാരൻ ജനിക്കണം. കുമാരൻ ജനിച്ചതിന് ശേഷമുള്ള ഭഗവാന്റെ ആ ഒരു യാത്ര, അതിനുശേഷം ഭഗവാന്റെ 2 വിവാഹങ്ങൾ. ഈ ഒരു യാത്രയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതോ ഒരു ദേവനാണ്, അല്ലെങ്കിൽ ഏതോ ഒരു ദേവസ്ത്രീയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാരദരാണ്, ആരോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദേവനോ ദേവതയോ ഒക്കെയായി നിങ്ങൾ സ്വയം സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് സർവേശ്വരൻ്റെ ജനനത്തിനായിട്ട്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ആ ഒരു ഓട്ടപ്പാച്ചിലുമൊക്കെ നിങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം കാണുന്നു. നിങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഈ ഒരു യാത്രയിൽ നിങ്ങളും പങ്കാളിയാണ് എന്ന് നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനിക്കണം. എന്നിട്ട് കണ്ണടച്ചിരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ ഒരു കഥ പോലെ ഈ കാഴ്ചകളൊക്കെ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭക്തി, ഭഗവാനോടുള്ള സ്നേഹം അത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് സാധിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. കാരണം 1000 പേര് കേട്ടു, അതിലൊരു 500 പേർക്ക് അതിന് സാധിക്കുന്നെങ്കിൽ അങ്ങേറ്റം ഭാഗ്യം എന്ന് മാത്രമേ കരുതാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഈ കാര്യം പറയുന്നത് എനിക്കൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. എങ്കിലേ എൻ്റെ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ആദ്യം തന്നെ കൈലാസത്തിലേക്ക് പോകാം. സദാ മഞ്ഞുമൂടിക്കിടക്കുന്ന കൈലാസഗിരി ശൃംഗം. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ മനസ്സുപോലെ തന്നെ പരമപവിത്രവും പരിശുദ്ധവുമാണ് കൈലാസം. ചതുർബാഹുവും ഐശ്വര്യത്തിൻ്റെ പ്രതിരൂപവുമായ നന്ദികേശ്വരൻ ഭഗവാന്റെ വാസസ്ഥാനമായ കൈലാസത്തിന് കാവലായുണ്ട്. ആദിമധ്യാന്തങ്ങളില്ലാത്ത കാലത്തിൻ്റെ സാക്ഷി പോലെ ആ ഹിമഗിരിയുടെ ഒത്ത മധ്യത്തായി അതാ മുത്തും പവിഴവും കൊണ്ട് അലങ്കരിക്കപ്പെട്ട നിലയിൽ ഒരു സുവർണക്ഷേത്രം. ആ സുവർണക്ഷേത്രത്തിൽ ഭക്തവത്സലനായ കൈലാസപതി ശക്തി സ്വരൂപിണിയായ മഹാദേവിയുമൊത്ത് അവിടെ ഇരുന്ന് അരുളുന്നു. ശിവപാർഷദന്മാരും യക്ഷഗന്ധർവ കിന്നരന്മാരും മുനിശ്രേഷ്ഠരും ദേവന്മാരും നമഃശിവായ മന്ത്രത്താൽ ഭഗവാനെ പൂജിച്ച് ആദരിക്കുന്നു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? ആ സമയത്ത് ലോകരക്ഷകനായ ശിവപെരുമാളിൻ്റെ പത്നീപദം അലങ്കരിക്കുന്ന ശങ്കരി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്തോ സർവേശ്വരനോട് പറയുന്നു. സാധാരണ പ്രഭാതത്തിലും സന്ധ്യാവേളയിലും മാത്രമേ മഹാദേവിക്ക് പാദ നമസ്കാരം പതിവുള്ളൂ. അതുകൊണ്ട്
ഈ സമയത്ത് എന്താണ് ഭഗവതി പറയുന്നത് എന്നറിയാനുള്ള ആ ഒരു കൗതുകത്തോടു കൂടി മഹേശ്വരൻ ദേവിയെ നോക്കുന്നു. ഈ അസമയത്തുള്ള സാഷ്ടാംഗ പ്രണാമത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിക്കുന്ന വിധമായിരുന്നു സർവേശ്വരൻ്റെ ആ നോട്ടം. അത് മനസ്സിലാക്കിയ മഹാദേവി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ദേവാ, അനവധി ദിവസങ്ങളായി അങ്ങയോട് ഒരു കാര്യം ഉണർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് പറയാൻ അങ്ങ് അനുവാദം നൽകണം. എന്നിട്ട് പറയുകയാണ്, അങ്ങയെ ധിക്കരിക്കുകയും അപമാനിക്കുകയും ചെയ്ത ദക്ഷ പ്രജാപതിയുടെ മകളാണ് ഈ ഉള്ളവൾ. ദക്ഷന്റെ മകളെന്ന നിലയ്ക്ക് ദാക്ഷായണി എന്ന ഒരു നാമവും എനിക്കുണ്ട്. പക്ഷേ സർവേശ്വരനായ ലോകരക്ഷകനായ അവിടുത്തെ അപമാനിക്കുന്ന എൻ്റെ പിതാവിൻ്റെ പേരോടുകൂടി എൻ്റെ നാമം ചേർത്ത് വെക്കുന്നത് എനിക്ക് ഒരു ദുഷ്പേരായി തോന്നുന്നു. എന്നെ ഈ അപമാനത്തിൽ നിന്നും മോചിപ്പിക്കണം. അതിന് അങ്ങനെ അനുഗ്രഹിക്കണം. ഇങ്ങനെ മഹാദേവനോട് മഹാദേവി അരുളി ചെയ്യുന്നു. തൻ്റെ പ്രിയപത്നിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ മഹാദേവനെ സംപ്രീതനാക്കി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രിയതമയോട് പറയുകയാണ്, അല്ലയോ ദേവി, അവിടുത്തെ ചിന്ത അവസരോചിതമാണ്. പർവ്വതരാജനായ ഹിമവാൻ ദേവിയെ പുത്രിയായി ലഭിക്കുന്നതിനായി കഠിനമായ തപസ്സിലേർപ്പെട്ടിരിക്കുന്നത് അവിടുത്തേക്ക് അറിവുള്ളതല്ലേ? പരമസാത്വികനും ഭക്തനുമായ ഹിമവാന്റെ പുത്രിയായി ഭവതി ജനിക്കട്ടെ എന്ന് നാം അനുഗ്രഹിക്കുന്നു. പിന്നീട് മായാമോചിതയായി അവിടുന്ന് തപസ്സനുഷ്ഠിച്ച് യഥാകാലം നമ്മുടെ പത്നീപദത്തിൽ വന്നു ചേരാനും ഇടയാകട്ടെ എന്ന് ഞാൻ അവിടുത്തെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ പുഞ്ചിരി തൂകിക്കൊണ്ട് മഹേശ്വരൻ മഹേശ്വരിയോട് പറയുന്നു. ഭഗവാന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടായത്. തൊഴുകൈയോടുകൂടി ദേവി അഗ്നിയെ ധ്യാനിച്ച് പ്രസാദിപ്പിച്ചു. നിമിഷങ്ങൾക്കകം ആ സ്ഥൂല ശരീരം കത്തിജ്വലിച്ച് ഒരു പിടി ചാരമായി തീരുന്നു. മഹാമായയുടെ അവതാര ലീലകൾക്ക് സാക്ഷിയായ വിശ്വപ്രകൃതി കണ്ണു ചിമ്മാതെ ഈ കാഴ്ചകൾ കണ്ടുനിന്നു. മഹേശ്വരനാകട്ടെ നിസ്സംഗതയോടുകൂടി കണ്ണടച്ച് ധ്യാനിച്ചു. പിന്നീട് സർവേശ്വരൻ്റെ കൊടും തപസ്സാണ്. ഹരേ കൃഷ്ണ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ദക്ഷയാഗ സമയത്ത് ദേവി അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ദാക്ഷായണി അപമാനിതയാകുന്നു. ആ സമയത്ത് നമുക്കറിയാവുന്ന കാര്യം, അവിടെ വെച്ച് ദേവി തൻ്റെ സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ അപമാനിതയായി കഴിഞ്ഞതിനു ശേഷം കൈലാസത്തിൽ മഹാദേവനും മഹാദേവിയും തമ്മിൽ ഇങ്ങനെയൊരു സംഭാഷണം നടക്കുന്നുണ്ട്. അത് മറ്റാരും അറിയുന്നില്ല. അങ്ങനെ മഹാദേവന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് മഹാദേവി തൻ്റെ സ്ഥൂല ശരീരം ഉപേക്ഷിച്ചത്. ഈ ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഭഗവാൻ ചില മായാലീലകൾ ആടുകയായിരുന്നു. കാരണം സർവേശ്വരൻ അറിയാം ഇങ്ങനെയൊരു കാര്യം സംഭവിക്കണം. അതിനുശേഷം ഹിമവാന്റെ പുത്രിയായി പാർവതിയായി ദേവി അവതരിക്കണം. അതിന് ഈ കാര്യം സംഭവിക്കണം. പക്ഷേ ഇവിടെ ദക്ഷ പ്രജാപതിയുടെ അഹങ്കാരം ശമിപ്പിക്കുകയും വേണം. അതിനുവേണ്ടി ഭഗവാൻ ആടിയ ലീലകളാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. മറ്റൊരവസരത്തിൽ ആ യാഗശാലയിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിസ്തരിച്ചു തന്നെ
പിന്നീടൊരവസരത്തിൽ പറയാം. ഇപ്പോൾ നമ്മൾ ദക്ഷയാഗമല്ല പറയുന്നത്, മുരുകദേവന്റെ അവതാരമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ആമുഖം ഞാൻ നിങ്ങൾക്ക് തന്നത്. എല്ലാ കാര്യവും മഹാദേവി മഹാദേവനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. മഹാദേവന് അറിയാം ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത്. ആ കാര്യമൊന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭാഷണം ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ നടന്നിരുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ സമയത്ത് അങ്ങകലെ ഹിമവാൻ തപസ്സു ചെയ്യുകയാണ്. ഏറ്റവും പൗരാണികവും ഭാരതവർഷത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതുമായ ഹിമാലയ പർവ്വതം, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഹിമവൽ സാനുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പത്മതീർത്ഥക്കരയിൽ അസാധാരണമായ ഇച്ഛാശക്തിയോടുകൂടി സാക്ഷാൽ പരമ്പൊരുളായ മഹാദേവിയെ തന്നെ തനിക്ക് പുത്രിയായി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മഹാദേവിയെ ധ്യാനിച്ചുകൊണ്ട് പർവ്വതരാജനായ ഹിമവാൻ തപസ്സനുഷ്ഠിക്കുന്നു. തനിക്ക് മുമ്പിൽ ഒരു നാൾ മഹാദേവി പ്രത്യക്ഷപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് കൊടും തപസ്സാണ് അദ്ദേഹം അനുഷ്ഠിക്കുന്നത്. അനേക വർഷത്തെ കൊടും തപസ്സിനൊടുവിൽ ഒരു നാൾ കൺതുറന്ന ഹിമവാൻ തനിക്ക് മുമ്പിൽ കണ്ട ദിവ്യമായ കാഴ്ചയിൽ മയങ്ങിപ്പോവുകയാണ്. സ്ഫടികതുല്യം തെളിനീർ വഹിച്ചുകൊണ്ടൊഴുകുന്ന ആ നദിയുടെ മധ്യത്തിൽ 1008 ഇതളുകളോട് കൂടിയ ഒരു താമരപ്പൂവ്, അതിൽ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ തേജസ്സുള്ള ഒരു സുന്ദര ശിശുരൂപം. അതെ, അനേക കാലത്തെ തൻ്റെ തപസ്സിന് ഫലം കണ്ടിരിക്കുന്നു. ലോകമാതാവായ മഹാദേവി ഒരു പൈതലിന്റെ രൂപത്തിൽ തനിക്ക് മുമ്പിൽ അവതരിച്ചിരിക്കുന്നു. പുത്രീഭാവത്തിൽ തനിക്കു കൈവന്ന ആ അസാധാരണമായ ഭാഗ്യത്തിൽ ഹിമവാൻ പുളകിത ഗാത്രനാകുന്നു. അമിതമായ ആഹ്ലാദത്തോടു കൂടി താൻ തപസ്സു ചെയ്തു നേടിയ ശിശുവിനെയും മാറോടടക്കി പിടിച്ചുകൊണ്ട് പർവ്വതരാജൻ തൻ്റെ മണിമേടയിൽ മടങ്ങിയെത്തി. വർഷങ്ങളുടെ വിരഹത്തിനൊടുവിൽ തൻ്റെ ഇച്ഛാപൂർത്തിയുടെ പ്രതീകമായി ഒരു ശിശുവിനെയും കൈകളിലേന്തിക്കൊണ്ട് ഉത്സാഹത്തോടുകൂടി നടന്നടുക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ട് മേനാദേവി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ദൈവിക ഭാവം തുടിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കുവാൻ കുറേ നേരത്തേക്ക് മേനാദേവിക്ക് കഴിഞ്ഞില്ല. ഹിമവാൻ വിറപൂണ്ട കൈകളോടുകൂടി കുഞ്ഞിനെ പത്നിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഈ ശിശു സാക്ഷാൽ ശ്രീ പരമേശ്വരിയുടെ അവതാരമാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന സൗഭാഗ്യം നമ്മുടെ ദീർഘകാലത്തെ തപസ്സിന്റെ സാക്ഷാത്കാരമാണ്. ഇത് കേട്ടതും ആനന്ദം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടുകൂടി മേനാദേവി ആ കുഞ്ഞിനെ ഭർത്താവിൻ്റെ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. തുടർന്ന് പനിനീരും സുഗന്ധ വസ്തുക്കളും കലർത്തിയ ജലത്തിൽ ആ പൂവുടൽ കഴുകിപ്പിച്ച് നവരത്നങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ അണിയിച്ച് കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി താരാട്ട് പാടുന്നു. പർവ്വതരാജപുത്രിയായതിനാൽ കുഞ്ഞിനെ പാർവതി എന്നും ഹേമവതി എന്നും വിളിച്ചു പോന്നു. അങ്ങനെ മഹേശ്വരി ഹിമവാന്റെ കൊട്ടാരത്തിൽ സകലവിധ ആഡംബരങ്ങളോടുകൂടിയും സ്നേഹവാത്സല്യങ്ങളോടുകൂടിയും കഴിഞ്ഞു വരുന്നു. മായാമയിയാണല്ലോ പരാശക്തിയായ മഹാദേവി. അതിനാൽ ബാല്യഭാവത്തിൽ ലീലാ തൽപരയായും കേളി വിനോദങ്ങളിൽ മുഴുകിയും ആ ബാലിക കഴിച്ചു വന്നു. കാരണം ഒരു കുഞ്ഞിൻ്റെ സഹജമായ എല്ലാ കുസൃതികളോടും കൂടിയാണ് ദേവി ആ കൊട്ടാരത്തിൽ കഴിഞ്ഞത്. അങ്ങനെ തൻ്റെ കുസൃതികൾ കൊണ്ട്, തൻ്റെ പിടിവാശികൾ കൊണ്ട്, തൻ്റെ നിർബന്ധങ്ങൾ കൊണ്ട്, തൻ്റെ കളിക്കൊഞ്ചലുകൾ കൊണ്ട് അച്ഛനായ ഹിമവാനെയും അമ്മയായ മേനാദേവിയെയും മഹേശ്വരി സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം
മഹേശ്വരിയുടെ ഒരു വിനോദം മാത്രം. സർവചരാചരങ്ങളെ സൃഷ്ടിച്ചും പാലിച്ചും സംഹരിച്ചും ത്രിലോകങ്ങളെ ഭരിച്ചും പോരുന്ന മഹാശക്തി പരാശക്തി ശിശുരൂപത്തിൽ ഇതാ മണ്ണിൽ അവതരിച്ചപ്പോൾ ഭക്തോത്തമരായ മാതാപിതാക്കളുടെ ഇച്ഛാ നിർവഹണത്തിനായി ശിശുരൂപത്തിൽ ദേവി ലീലകളാടി അവരെ സന്തോഷിപ്പിച്ചു. ഹരേ കൃഷ്ണ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ മഹേശ്വരി ഹിമവാന്റെ കൊട്ടാരത്തിൽ ശിശുരൂപത്തിൽ ഓടിക്കളിച്ചു നടന്ന് അമ്മയെയും അച്ഛനെയും സന്തോഷിപ്പിക്കുന്നത്? അവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും വാത്സല്യമേറ്റുകൊണ്ട് സന്തോഷത്തോടുകൂടി മഹാദേവി ശിശുരൂപത്തിൽ ഓടിക്കളിക്കുന്ന ആ കാഴ്ച നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. മണ്ണുകൊണ്ട് അടുപ്പുണ്ടാക്കിയും പാവകളെ പനിനീരിൽ കുളിപ്പിച്ചും അവർക്ക് ചോറ് കൊടുത്തും മടിയിൽ കിടത്തി പൊട്ടുകുത്തിയും കളിപ്പിക്കുന്നത് കണ്ടാൽ ആ ബാലിക പരാശക്തിയുടെ അവതാരമാണെന്ന് മായാദേവിയുടെ ആ വിചിത്രമായ കളികളുടെ ഭാഗമായി മാതാപിതാക്കൾ മറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അങ്ങനെ ഹിമവാന്റെ കൊട്ടാരത്തിൽ മഹാദേവിയുടെ 5 ജന്മദിനങ്ങൾ ആഘോഷിക്കപ്പെട്ടു. അപ്പോഴാണ് മഹേശ്വരിക്ക് ഓർമ്മ വരുന്നത്, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നതിനായി തനിക്ക് തപസ്സനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യം പിതാവിനെ അറിയിക്കുന്നതിനായി മഹേശ്വരി പിതാവിനെ സമീപിച്ചിട്ട് താൻ തപസ്സനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉണർത്തിച്ചു. പുത്രിയുടെ ആഗ്രഹമറിഞ്ഞ ഹിമവാൻ ഞെട്ടിപ്പോയി. കേവലം ഒരു പിഞ്ചു ബാലികയായ മകളെ തപസ്സു ചെയ്യാൻ അനുവദിക്കുകയോ? പക്ഷേ പാർവതീദേവിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ദേവി പറഞ്ഞു, പിതാവേ, എനിക്ക് പരമേശ്വരനെ പതിയായി ലഭിക്കണം എന്നാണ് ആഗ്രഹം. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങും ഒരു ഉറച്ച ശിവഭക്തനാണല്ലോ. ആ നിലയ്ക്ക് അങ്ങും ആഗ്രഹിക്കുന്നില്ലേ എനിക്ക് പതിയായി അദ്ദേഹത്തെ തന്നെ ലഭിക്കണമെന്നുള്ളത്? ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്തു തെറ്റാണ് ഉള്ളത്? അതുകൊണ്ട് അങ്ങ് എനിക്ക് ഒരു തപോമണ്ഡപം നിർമ്മിച്ചു തന്ന് എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനായി എന്നെ അനുഗ്രഹിക്കണം എന്ന് പാർവതീദേവി ഹിമവാനോട് പറയുന്നു. കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ആ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഹിമവാന് സങ്കടം സഹിക്കുവാൻ സാധിച്ചില്ല. അതുകൂടാതെ അത്ഭുതവും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, മകളെ, നിന്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് ഭയമാകുന്നു. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലികയുടെ ജൽപ്പനങ്ങളായി അവയെ തള്ളിക്കളയാനും എനിക്ക് സാധിക്കുന്നില്ല. പരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നീ അറിയുക. വെയിലും മഴയും മഞ്ഞും തണുപ്പും സഹിച്ച് പട്ടിണി കിടന്നും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും വ്രതാനുഷ്ഠാനങ്ങൾ മുറതെറ്റാതെ നടത്തുവാനും ഈ ഇളം പ്രായത്തിൽ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് മകളെ പാർവതി, ഭഗവാൻ പരമേശ്വരനെ തന്നെ വരിക്കണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ പ്രായപൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് മകളെ, നീ കാത്തിരിക്കുക. ഈ പ്രായം അതിന് അനുയോജ്യമല്ല. അത് തന്നെയുമല്ല, നിന്നെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടുമില്ല. അതുകൊണ്ട് നീ ആഗ്രഹത്തിൽ നിന്നും ഇപ്പോൾ പിന്മാറുക. ഇങ്ങനെ അച്ഛൻ മകളോട് പറയുന്നു. അച്ഛനും മകളും തമ്മിലുള്ള സംഭാഷണം കേട്ടുനിന്ന മേനാദേവി നിറകണ്ണുകളോടെ മകളെ തപസ്സനുഷ്ഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ മഹാദേവി തൻ്റെ നിശ്ചയത്തിൽ ഉറച്ചു നിന്നു. അതോടുകൂടി അച്ഛനും അമ്മയ്ക്കും മകളെ അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയായി.
അങ്ങനെ ഹിമവാൻ ഒരു തപോമണ്ഡപം മഹാദേവിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നു. കുറച്ച് കന്യകമാരെ ദേവിയുടെ സഹായത്തിനായി ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഹിമാലയത്തിൽ മഹാദേവി കൊടും തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. ശ്രീ പാർവതീദേവി ശങ്കരപ്രീതിക്കായി കഠിന തപസ്സിൽ മുഴുകി. തനിക്കു ചുറ്റും മാറി മാറി ഋതുക്കൾ വന്നതും പോയതും അറിയാതെ ആ പിഞ്ചു ബാലിക ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മാത്രം ശരണം പ്രാപിച്ച് മനസ്സർപ്പിച്ച് തപസ്സു ചെയ്യുന്നു. ഹിമവാൻ നിയോഗിച്ച കന്യകമാർ മഹാദേവിക്ക് വേണ്ട പൂജാദ്രവ്യങ്ങൾ ഒരുക്കി എല്ലാ സഹായവും ചെയ്തുകൊണ്ടുമിരുന്നു. ഇക്കാലത്താണ് ശൂരപത്മാസുരൻ എന്ന ഒരു അസുര ചക്രവർത്തി തൻ്റെ തപസ്സിന്റെ ബലം കൊണ്ട് 3 ലോകങ്ങളും കീഴടക്കി ഭരണം ആരംഭിക്കുന്നത്. അഹങ്കാരിയാണ് ശൂരപത്മാസുരൻ. അവൻ ദേവന്മാരെ ഉപദ്രവിക്കുകയും മഹർഷിമാരുടെ തപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു. ഭൂമിയിൽ ആർക്കും യാഗങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഈശ്വര പൂജയും ആരാധനയും അവനും അവൻ്റെ ശിങ്കിടികളും തടസ്സപ്പെടുത്തുകയും പുണ്യകർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് അവരുടെ ഒരു വിനോദമായിരുന്നു. പാർവതീദേവി തപസ് അനുഷ്ഠിച്ചിരുന്ന കാലത്ത് പരമേശ്വരനും കൈലാസത്തിൽ പേരാൽ വൃക്ഷച്ചുവട്ടിൽ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഭഗവാന്റെ മുഖത്ത് അലൗകികമായ ശാന്തിയും തേജസ്സും നിറഞ്ഞു നിന്നിരുന്നു. ആ സമയത്ത് ഭഗവാനെ ദർശിക്കുന്നതിനായി സനകാദി മഹർഷിമാർ ശിവസന്നിധിയിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 മഹർഷി കുമാരന്മാരാണ് സനകാദി മഹർഷിമാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. വേദശാസ്ത്ര പണ്ഡിതന്മാരും യോഗവിദ്യാ പാരംഗതന്മാരായിരുന്നു എങ്കിലും മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ചു നിർത്താനും അങ്ങനെ പരമമായ ആ ഒരു സ്വസ്ഥത കൈവരിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഭഗവാനെ നേരിൽ കണ്ട് തങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരം നേടുന്നതിനും പരമമായ ജ്ഞാനം കൈവരിക്കുന്നതിനുമാണ് ഇപ്പോൾ ആ കുമാരന്മാർ ശിവസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. അവർ അങ്ങനെ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. ആദ്യം തന്നെ നന്ദികേശനെ ശിവമന്ത്രോച്ചരണങ്ങളാൽ തൃപ്തിപ്പെടുത്തുന്നു. അതിനുശേഷം നന്ദിയുടെ അനുവാദത്തോടു കൂടി അവർ മഹേശ്വരനെ കാണാനായി പോകുന്നു. അവർ മഹേശ്വരന്റെ മുമ്പിൽ തൊഴുകൈയോടുകൂടി നിന്ന് മഹേശ്വരനെ സ്തുതിച്ചു. മഹേശ്വരൻ തൻ്റെ തൃക്കണ്ണുകൾ തുറക്കുന്നു. കുമാരന്മാരെ കണ്ട മഹേശ്വരൻ വളരെയധികം സന്തോഷിച്ചു. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മഹേശ്വരൻ ചോദിക്കുന്നു. അപ്പോൾ അവർ ഭഗവാനോട് പറയുകയാണ്. അവർ തൊഴുകൈയോടുകൂടി മഹേശ്വരനോട് പറഞ്ഞു, സർവജ്ഞരാണ് എന്ന് അഹങ്കരിച്ചിരുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ പരമമായ ജ്ഞാനം അവിടുന്ന് ഞങ്ങളെ ഉപദേശിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകണം എന്ന് ആ കുമാരന്മാർ 4 പേരും കൂടി മഹേശ്വരനോട് പറയുന്നു. അഹംഭാവം അടിയറ വെച്ച് മനസ്സു നൊന്ത് തനിക്ക് മുമ്പിൽ വണങ്ങി നിൽക്കുന്ന സനകാദികളെ പരമേശ്വരൻ നിറഞ്ഞ വാത്സല്യത്തോടുകൂടി നോക്കിക്കണ്ടു. ആശ്രിത വത്സലനും ക്ഷിപ്രപ്രസാദിയുമാണ് മഹേശ്വരൻ. അദ്ദേഹം മഹർഷിമാർക്ക്, കുമാരന്മാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാൻ തീർച്ചപ്പെടുത്തുന്നു. താൻ പറയുന്നത് വരെ മറ്റാരെയും കൈലാസത്തിലേക്ക് കടത്തി വിടരുത് എന്ന് നന്ദിയെ ചട്ടം കെട്ടുകയും ചെയ്യുന്നു. ശങ്കരൻ സനകാദി മഹർഷിമാരെ തനിക്ക് മുമ്പിൽ
ഇരുത്തുന്നു. അദ്ദേഹം ശിവകാമസൂത്രങ്ങളിലെ അതീവ ഗഹനങ്ങളായ കർമ്മം, ക്രിയ, യോഗം എന്നീ മുപ്പാദങ്ങളെയും സവിസ്തരം വിവരിച്ചു കൊടുക്കുന്നു. സനകാദികളാകട്ടെ ആ അവസരം മുതലെടുത്തുകൊണ്ട് പരമസത്യത്തിലേക്കുള്ള മാർഗത്തിൽ തങ്ങൾ കാണാതെ പോയതും അറിയാതെ പോയതുമായ ആ ജ്ഞാനങ്ങൾ ഓരോന്നും മഹേശ്വരന്റെ ആ തിരുമുഖത്തു നിന്നും ആ തിരുവായിൽ നിന്നും കേട്ടും ചോദിച്ചും അറിഞ്ഞും കൊണ്ടിരുന്നു. അങ്ങനെ മഹർഷിമാരുടെ ജ്ഞാനതൃഷ്ണയെ ഭഗവാൻ അഭിനന്ദിച്ചു. വീണ്ടും വീണ്ടും അവർ പല കാര്യങ്ങളും മഹേശ്വരനോട് ചോദിച്ചു. അപ്പോൾ വാക്കുകളാൽ വിവരിക്കുവാൻ അസാധ്യമായതാണ് അവർ ആവശ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം അവരെ അറിയിക്കുന്നു. മൗനമാചരിച്ച് മുദ്രകളിലൂടെ പകരേണ്ടതാണ് ജ്ഞാനപാദം. ആ ജ്ഞാനപീയൂഷം നുകരുവാൻ ഭഗവാനെ തന്നെ സാഗൂതം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മഹർഷിമാർക്ക് മുമ്പിൽ ആ മഹേശ്വരൻ നിശ്ചലനായി യോഗഭാവത്തിൽ ഇരുന്നു. 1000 അർത്ഥതലങ്ങൾ സ്ഫുരിക്കുന്ന മൗനം ആ തിരുമുഖത്ത് കളിയാടുന്നു. തുടർന്ന് ആ തൃക്കൈ വിരലുകൾ ഉയർത്തി അദ്ദേഹം ഭാവമുദ്രകൾ അവതരിപ്പിച്ചു. ജീവാത്മാവെന്നും പരമാത്മാവെന്നും രണ്ടായും പരബ്രഹ്മമെന്ന ഏകഭാവത്തിൽ തനിച്ചും നിൽക്കുന്ന ദൈവത്തെയും ആത്മാവ്, അഹങ്കാരം, തിന്മ, മായ തുടങ്ങിയ ആശയങ്ങളെയും ശങ്കരൻ യോഗമുദ്രകളിലൂടെ അവതരിപ്പിച്ചു. ചിന്മുദ്ര ധരിച്ച് യോഗസമാധിസ്ഥനായിരുന്ന ഭഗവാൻ സനകാദികൾക്ക് ജ്ഞാനപാദം ഉപദേശിച്ചു കൊടുത്തു. ആ സമയം പതിവിൽ നിന്ന് ഭിന്നമായി ശങ്കരൻ യൗവനയുക്തനായും ശാന്തസ്വരൂപനായും കാണപ്പെട്ടു. മൗനമായി പ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ജ്ഞാനപീയൂഷം നുകർന്നുകൊണ്ടിരുന്ന സനകാദികൾ പക്ഷേ വൃദ്ധന്മാരായും കാണപ്പെട്ടു. കാരണം ഒരു വൃദ്ധനായാൽ പോലും, അതായത് അത്രത്തോളം പ്രായമായി പലതരത്തിലുള്ള അറിവുകൾ നേടിയ ഒരു മനുഷ്യന് പോലും ലഭിക്കുവാൻ സാധിക്കാത്ത അത്ര വലിയ അറിവാണ് ഇവിടെ മഹേശ്വരൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ജ്ഞാനവൃദ്ധരായി അവർ കാണപ്പെട്ടു. അതായത് അറിവിൻ്റെ നിറകുടമായി സനകാദി മഹർഷികൾ കാണപ്പെട്ടു. ഈ സമയങ്ങളിലൊക്കെ മഹേശ്വരി ശ്രീ പാർവതീദേവി മഹേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ആ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നതിനായി ഹിമാലയ സാനുക്കളിൽ കൊടും തപസ് അനുഷ്ഠിക്കുകയാണ്. ഒരു വശത്ത് മഹാദേവി തപസ് അനുഷ്ഠിക്കുന്നു, മറുവശത്ത് കൈലാസത്തിൽ മഹേശ്വരൻ ധ്യാനിക്കുന്നു. ആ സമയത്താണ് സനകാദി മുനികൾ മഹേശ്വരനെ കാണാനായി എത്തുന്നത്. അവിടെ മഹേശ്വരൻ അവർക്ക് ദിവ്യജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ധ്യാനിക്കുകയാണ്. മറുവശത്ത് ശൂരപത്മാസുരൻ എന്ന അസുരന്റെയും അവൻ്റെ ശിങ്കിടികളുടെയും അഹങ്കാരം നിറഞ്ഞ പ്രവർത്തികളാൽ ദേവന്മാർ കഷ്ടപ്പെടുകയാണ്, മഹർഷിമാർ കഷ്ടപ്പെടുകയാണ്. ഭൂമിയിലോ സ്വർഗത്തിലോ അവർക്ക് ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. യാഗങ്ങളും പൂജകളും ഹോമങ്ങളും ഒന്നും നടത്താൻ സാധിക്കാത്ത അവസ്ഥ. ദേവന്മാരെ ദേവലോകത്തു നിന്നും അവൻ ഓടിച്ചു വിട്ടു. അങ്ങനെ ത്രിലോകങ്ങളെയും കീഴടക്കി ശൂരപത്മാസുരൻ അങ്ങനെ വസിക്കുകയാണ്. അവൻ്റെ ദുർഭരണം നാൾക്കുനാൾ അസഹ്യമായി വന്നു. ദേവന്മാരും ഭൂലോകവാസികളും അവൻ്റെ നീതിരഹിതമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു. ശൂരപത്മാസുരനും മന്ത്രിമുഖ്യനായ ധർമ്മകോപനും കൂടി ദേവന്മാരെ വിചാരണ ചെയ്യുവാൻ തുടങ്ങി. അവർ സൂര്യചന്ദ്രന്മാരെയും യമദേവനെയും പരിഹസിച്ചും ഭയപ്പെടുത്തിയും വിനോദിച്ചു. അസുര സാമ്രാജ്യത്തിനുള്ളിൽ സൂര്യന്റെ ചൂട് ഏൽക്കരുത് എന്ന് ശൂരപത്മാസുരന്റെ മന്ത്രിയായ ധർമ്മകോപൻ നിർദ്ദേശിച്ചു. അങ്ങനെ
സൂര്യദേവൻ ഭയപ്പെട്ട് ഓടിപ്പോയി. അടുത്തത് ചന്ദ്രന്റെ ഊഴമായിരുന്നു. അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും പുത്രനായ ചന്ദ്രനോട് തൻ്റെ സാമ്രാജ്യത്തിൽ ഇനി വൃദ്ധിക്ഷയങ്ങൾ പാടില്ല എന്നായിരുന്നു അസുര രാജാവിൻ്റെ കൽപ്പന. കാഴ്ചയ്ക്ക് ഭയങ്കരനായ യമധർമ്മന് യഥാകാലം ജീവരാശികളുടെ പ്രാണൻ അപഹരിക്കുന്ന ജോലി പോലും ചെയ്യാൻ പാടില്ല. തൻ്റെ ആജ്ഞയില്ലാതെ യമധർമ്മൻ ഒരു കാര്യവും ചെയ്യരുത് എന്ന് ശൂരപത്മാസുരൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ശൂരപത്മാസുരനും കൂട്ടുകാരും ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം ദേവേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പരിഹാസ വചനങ്ങൾ കൊണ്ട് ദേവേന്ദ്രനെ ആക്ഷേപിക്കുന്നു. സമുദ്രത്തിൽ നിന്നും മീൻ പിടിച്ച് അസുരഭവനങ്ങളിൽ വിതരണം ചെയ്യാൻ ദേവേന്ദ്രനെ നിയോഗിക്കുന്നു. എന്തു ചെയ്യാൻ സാധിക്കും? അവൻ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. അഗ്നിദേവനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇനിമേലാൽ അഗ്നികുണ്ഡങ്ങൾക്ക് അഗ്നി കൊടുക്കുന്ന ജോലിയല്ല നിനക്ക്, അതിനു പകരം അസുരഭവനങ്ങളിലെ പാചകപ്പുരകളിൽ വിറകരിക്കുന്ന ജോലിയാണ് എന്ന് അഗ്നിദേവനോട് പറയുന്നു. ബ്രഹ്മദേവനെയും കണക്കറ്റ് പരിഹസിക്കുന്നു. എന്നാൽ അസുരവംശത്തിന്റെ മുതുമുത്തച്ഛനായ മരീചിയുടെ പിതാവ് എന്ന നിലയിൽ ശൂരപത്മാസുരൻ ബ്രഹ്മദേവനെ അധികം ഉപദ്രവിച്ചതുമില്ല. അസുരഭവനങ്ങളിൽ ജ്യോതിഷ സംബന്ധമായ ജോലികൾ ചെയ്ത് നാൾ കഴിച്ചുകൊള്ളുവാനാണ് അയാൾ ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോ ജോലികൾ ഓരോ ദേവന്മാർക്കും അയാൾ പകുത്തു കൊടുക്കുന്നു. ദേവന്മാർക്ക് ഇത് സഹിക്കുവാൻ സാധിച്ചില്ല. ഇങ്ങനെ അടിമവേല ചെയ്ത് ജീവിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അവർ തീരുമാനിക്കുന്നു. ദേവേന്ദ്രൻ തൻ്റെ പത്നിയായ ഇന്ദ്രാണിയുമൊത്ത് മഹാമേരു പർവ്വതത്തിൽ പോയി ഒളിച്ചു താമസിച്ചു. ശൂരപത്മാസുര പുത്രനായ ഭാനുകോപൻ ദേവലോകം ആക്രമിച്ചു കീഴടക്കിയതോടുകൂടിയാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള കഷ്ടകാലം ആരംഭിച്ചത്. ദേവേന്ദ്രപുത്രനായ ജയന്തൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഇതിനൊരു പോംവഴി എന്താണ് എന്ന് എല്ലാവരും ആലോചിച്ചു. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ദേവന്മാരെല്ലാവരും കൂടിച്ചേർന്ന് മഹേശ്വരനെ ധ്യാനിച്ച് പ്രസാദിപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ നിശ്ചയിക്കുന്നു. ഈ സമയം ദേവേന്ദ്രൻ മഹാമേരു പർവ്വതത്തിൽ ഒളിവിൽ താമസിക്കുകയാണ്. അങ്ങനെ ഒളിവിൽ കഴിയുന്ന ദേവേന്ദ്രൻ തന്നെ ശിവശങ്കരനെ ധ്യാനിച്ച് കഠിന വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തപസ് ആരംഭിച്ചു. ദീർഘകാലത്തെ തപസ്സിനൊടുവിൽ ഭക്തവത്സലനായ മഹേശ്വരൻ ദേവരാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവേന്ദ്രൻ തൊഴുകൈയോടുകൂടി മഹേശ്വരനോട് തങ്ങളുടെ ഈ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഇതിൽ നിന്നും ഒരു മോചനം നൽകണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ദേവേന്ദ്രന്റെ അപേക്ഷ കേട്ട മഹേശ്വരൻ ഇങ്ങനെ അരുളി ചെയ്തു: ദേവേന്ദ്ര, ദേവനായാലും മനുഷ്യനായാലും അവർക്ക് കർമ്മഫലത്തിൽ നിന്നും മോചനമില്ല. തെറ്റു ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. പൂർവകാലത്ത് നമ്മെ അധിക്ഷേപിച്ച് യാഗം നടത്തിയ ദക്ഷന്റെ ക്ഷണമനുസരിച്ച് യജ്ഞവേദിയിൽ അങ്ങും കൂട്ടുകാരും പോയിരുന്നല്ലോ. അന്നവിടെ ധാരാളം അധർമ്മങ്ങൾ നടന്നിരുന്നു. നിങ്ങളും അതിൽ പങ്കുകൊണ്ടിരുന്നു. ദക്ഷന്റെ ദുഷ്പ്രവർത്തികൾക്ക്, ആ തെറ്റിന് അനുചിതമായി നമ്മെ ആക്ഷേപിക്കുവാൻ നടത്തിയ ആ യാഗത്തിൽ നിങ്ങളും പങ്കുകൊണ്ട് ആ തെറ്റിന് ഭാഗമായി ചേർന്നിരുന്നു. അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. കർമ്മഫലത്തിൽ നിന്നും മോചനം നേടാൻ സാക്ഷാൽ ഈശ്വരന്മാർക്ക് പോലും സാധിക്കുകയില്ല. ഇങ്ങനെ മഹേശ്വരൻ ദേവേന്ദ്രനോട് പറയുന്നു. ഭഗവാന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഇനി എന്തു ചെയ്യും എന്നറിയാതെ ദേവേന്ദ്രൻ കരഞ്ഞുപോയി. ഇനി ഞങ്ങൾക്ക് മറ്റെന്താണ് ഗതി
എന്ന രീതിയിൽ ദേവേന്ദ്രൻ തൊഴുകൈയോടുകൂടി നിറഞ്ഞ കണ്ണുകളോടുകൂടി മഹേശ്വരനെ നോക്കുന്നു. കരുണാവത്സലനായ മഹേശ്വരൻ ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദേവരാജ, അങ്ങ് വിഷമിക്കേണ്ട. നാം ഇതിന് പരിഹാരം കാണുന്നുണ്ട്. ഏറെ നാളായി ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു പോരുന്നു. നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം ഉടൻ തന്നെ ലഭിക്കും. അധികം വൈകാതെ നമുക്കൊരു കുമാരൻ പിറക്കും. അവൻ ശൂരപത്മാസുരനെയും അവൻ്റെ കൂട്ടാളികളെയും വധിക്കുകയും ദേവന്മാർക്കും മഹർഷിമാർക്കും മോചനം നൽകുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ആ കുമാരൻ ഉടൻ തന്നെ അവതരിക്കും. വിഷമിക്കാതിരിക്കൂ എന്ന് മഹേശ്വരൻ ദേവേന്ദ്രനോട് പറയുന്നു. മഹേശ്വരൻ്റെ ഇത്തരത്തിലുള്ള അരുളപ്പാട് കേട്ട് ദേവേന്ദ്രന് വളരെയധികം സന്തോഷവും ആശ്വാസവും ഉണ്ടായി. അങ്ങനെ ദേവേന്ദ്രനെ അനുഗ്രഹിച്ച മഹേശ്വരൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. പിന്നീടുള്ള ചിന്ത ദേവേന്ദ്രന് എപ്പോഴാണ് ആ കുമാരൻ തങ്ങളെ രക്ഷിക്കുവാനായി അവതരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ദേവേന്ദ്രൻ അറിയാം, പാർവതീദേവി മഹേശ്വരനെ ലഭിക്കുന്നതിനായി ഹിമാലയത്തിൽ കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നു. എന്നാൽ മഹേശ്വരൻ ഇപ്പോഴും തപസ്സിലാണ്. കൈലാസത്തിൽ അദ്ദേഹം കഠിനമായ തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പാർവതിയും മഹേശ്വരനും ഒന്നിക്കുന്നത്? മഹേശ്വരനും പാർവതിയും ഒന്നിച്ചാൽ മാത്രമേ കുമാരൻ ജനിക്കുകയുള്ളൂ. എപ്പോഴാണ് അത് സാധിക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളിലായി ദേവേന്ദ്രൻ. കാരണം എത്രയും പെട്ടെന്ന് കുമാരൻ ജനിക്കണം, എങ്കിൽ മാത്രമേ തങ്ങൾക്കൊരു മോചനമുള്ളൂ. പിന്നീട് ദേവേന്ദ്രൻ ബ്രഹ്മദേവനെ കാണാനായിട്ട് പോകുന്നു. അതിനുശേഷം മഹേശ്വരൻ ഇങ്ങനെ തന്നോട് അരുളി ചെയ്തു എന്നുള്ള കാര്യം ബ്രഹ്മദേവനോട് പറയുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും ശിവനും ശക്തിയും ഒന്നിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ദേവേന്ദ്രൻ ബ്രഹ്മദേവനോട് പറയുന്നു. പക്ഷേ ബ്രഹ്മദേവൻ ദേവേന്ദ്രനോട് പറയുകയാണ്, ധൃതി പിടിക്കണ്ട, എല്ലാ കാര്യങ്ങളും മഹേശ്വരന് അറിയാമല്ലോ, മഹേശ്വരന്റെ ലീലകളാണ് ഇതെല്ലാം എന്ന നിലയിൽ ബ്രഹ്മദേവൻ ദേവേന്ദ്രനോട് പറയുന്നു. എങ്കിലും ദേവേന്ദ്രൻ വീണ്ടും വീണ്ടും ബ്രഹ്മദേവനെ നിർബന്ധിക്കുന്നു. അങ്ങനെ ബ്രഹ്മദേവനും ദേവന്മാരും ദേവേന്ദ്രനും എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന് നാരായണനോട് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയുന്നു. ബ്രഹ്മദേവനിൽ നിന്നും എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്യുന്നു. ബ്രഹ്മദേവ, ഇന്ദ്രാദികളെ, ജ്ഞാനമൂർത്തിയായ ഭഗവാൻ ശങ്കരൻ ജ്ഞാനപാദ മഹാത്മ്യങ്ങൾ സനകാദികളെയും ഈ ലോകത്തെയും അറിയിക്കുന്നതിനായി ഇപ്പോൾ മൗനത്തിലാണ്ട് ചിന്മുദ്ര അലങ്കൃത ഭാവത്തിൽ യോഗചര്യയിൽ ഇരുന്ന് അരുളുകയാണ്. മൗനത്തിൽ നിന്ന് ഉണരാനും യോഗസാധന വെടിഞ്ഞ് പാർവതീദേവിയിൽ ആസക്തി ഉണ്ടാകാനും ജ്ഞാനം അകലുകയും മോഹം ഉദിക്കുകയും വേണം. അതുകൊണ്ട് മായാവിഭ്രമങ്ങളുടെ കാരകനായ മന്മഥനെ ഈ ലക്ഷ്യത്തിനായി നിയോഗിക്കുക. അതുമാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ. കാരണം പാർവതീദേവിയിൽ മഹാദേവന് മോഹമുണ്ടാകണം. അതിന് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൽ നിന്നും ജ്ഞാനം അപ്രത്യക്ഷമാകണം. മന്മഥന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. മന്മഥന്റെ മലരമ്പ് ശിവന്റെ മനസ്സിനെ വ്യതിചലിപ്പിക്കാതിരിക്കുകയില്ല. ഇങ്ങനെ നാരായണൻ അരുളി ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ വിഷ്ണുദേവന്റെ യുക്തമായ മറുപടി കേട്ട് ബ്രഹ്മാദികൾക്ക് വളരെയധികം ആശ്വാസമാവുകയും അവർ ഉടൻ തന്നെ മഹേശ്വരന്റെ മനസ്സിളക്കാൻ കാമദേവനെ നിയോഗിക്കുന്നതിനായി പുറപ്പെടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് സ്കന്ദപുരാണത്തിലെ ആദ്യ ഭാഗം. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായോ?
നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുന്നു, ഒരു തവണ നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞു, പക്ഷേ 2, 3 തവണ നിങ്ങളിത് വീണ്ടും ആവർത്തിച്ചു കേൾക്കണം. അങ്ങനെ ആവർത്തിച്ചു കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കാഴ്ചകളൊക്കെ വരും. കൈലാസ ശൃംഗത്തിൻ്റെ ആ മനോഹരമായ കാഴ്ച, അവിടെയുള്ള ആ സുവർണ ക്ഷേത്രത്തിൽ മഹേശ്വരനും മഹാദേവിയും ഇരിക്കുന്നു. മഹേശ്വരനെ കാണാനായി ദാക്ഷായണി വരുന്നു. പിന്നീടുള്ള സംഭവ വികാസങ്ങൾ, അതിനുശേഷം ഹിമവാന്റെ തപസ്, മഹേശ്വരിയുടെ അവതാരം, മഹേശ്വരിയുടെ ലീലകൾ, പിന്നീട് മഹേശ്വരിയുടെ തപസ്. ഇവിടെ ദേവന്മാർ കഷ്ടപ്പെടുന്നു. ശൂരപത്മാസുരനും മറ്റസുരന്മാരും അവരെ കഷ്ടപ്പെടുത്തുന്നു. അതാ ദേവേന്ദ്രൻ കടലിൽ പോയി മീനും പിടിച്ചുകൊണ്ടുവന്ന് അസുരഭവനങ്ങളിൽ വിതരണം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്നു. അവസാനം സഹിക്കവയ്യാതെ ദേവേന്ദ്രൻ ഇന്ദ്രാണിയുമൊത്ത് ഒളിച്ചു താമസിക്കുന്നു. ഇതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി ദേവേന്ദ്രൻ തപസ് ചെയ്യുന്നു. മഹേശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മഹേശ്വരനെ കാണാനായി സനകാദി മഹർഷികൾ കൈലാസത്തിൽ എത്തിച്ചേരുന്നതായും അവിടെ വെച്ച് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതായും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കണം. അങ്ങനെ ദേവേന്ദ്രന്റെ മുമ്പിൽ മഹേശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദേവന്മാർക്ക് ഇങ്ങനെയൊരു കഷ്ടപ്പാടുണ്ടാകുന്നത് എന്നുള്ള കാര്യം വിസ്തരിച്ചു തന്നെ മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ആശ്വാസം നൽകുന്നതിനായി മഹേശ്വരൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കുമാരന്റെ ജനനത്തെ പറ്റി പറയുന്നു. ദേവേന്ദ്രന് ഇരിക്കപ്പുറതി ഇല്ലാതായി എത്രയും പെട്ടെന്ന് കുമാരൻ ജനിക്കണം, എങ്കിലേ ഈ കഷ്ടപ്പാടുകൾ മാറുകയുള്ളൂ. അങ്ങനെ ബ്രഹ്മദേവനെ കാണാൻ പോകുന്നു. ബ്രഹ്മദേവനും ദേവേന്ദ്രനും എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. വൈകുണ്ഠത്തിൽ ചെന്ന് നാരായണനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അതിനുശേഷം നാരായണൻ മന്മഥനെ നിയോഗിക്കാനായി പറയുന്നു. അവരെല്ലാവരും മന്മഥനെ അതിന് നിയോഗിക്കുന്നതിനായി പുറപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിസ്തരിച്ച് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ 2-3 തവണ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതിങ്ങനെ ഉറച്ചു വരും. നമ്മൾ നവരാത്രി സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞിരുന്നു അല്ലേ? ശൈലപുത്രി ഭാവം, പിന്നീടുള്ള ബ്രഹ്മചാരിണി ഭാവം, ഈ ഭാവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഇതാണ് കുമാരദേവന്റെ ജനനത്തിന് മുന്നോടിയായി നടന്ന കാര്യങ്ങൾ. നിങ്ങളോട് ഇങ്ങനെ വിസ്തരിച്ചു പറഞ്ഞു തരുന്നത് ഈ കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദേവന്മാർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതല്ലാതെ ഞാൻ മാത്രമാണ് ഈശ്വരൻ എന്ന നിലയിലല്ല നമ്മുടെ ഓരോ ദേവന്മാരും പ്രവർത്തിക്കുന്നത്. ഈ ദേവന്മാർക്ക് എല്ലാവർക്കും തമ്മിൽ പരസ്പര ബഹുമാനമുണ്ട്, പരസ്പര സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അല്ലാതെ ഞാൻ മാത്രമാണ് ഈശ്വരൻ എന്ന നിലയിലല്ല അവരാരും പെരുമാറുന്നത്. മഹാവിഷ്ണുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മഹാവിഷ്ണു ചെയ്യുന്നു, പരമേശ്വരൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമേശ്വരൻ ചെയ്യുന്നു, ബ്രഹ്മദേവൻ ചെയ്യുന്ന കാര്യങ്ങൾ ബ്രഹ്മദേവൻ ചെയ്യുന്നു. ഈ 3 പേരെയും പരസ്പരം അവർ 3 പേരും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇവിടെ തന്നെ മഹാദേവന്റെ മനസ്സിളക്കുന്നതിന് നാരായണന് വേണമെങ്കിൽ സാധിക്കും. പക്ഷേ അദ്ദേഹം അവിടെ ആരെ നിയോഗിക്കുന്നു? മന്മഥനെ നിയോഗിക്കുന്നു, കാമദേവനെ നിയോഗിക്കുന്നു. അവിടെ കാമദേവനും ഒരു സ്ഥാനം കൊടുക്കുകയാണ്. അങ്ങനെ പരസ്പരം ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചുമാണ് നമ്മുടെ ദൈവങ്ങളെല്ലാം കഴിഞ്ഞുകൂടിയിരുന്നത്. അതാണ് നമ്മളെ ഓരോ പുസ്തകങ്ങളിലൂടെയും പറഞ്ഞു തരുന്നത്, പഠിപ്പിക്കുന്നത്. കർമ്മഫലം അതനുഭവിച്ചേ മതിയാകൂ എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ മാത്രമല്ല എല്ലാം അറിയാവുന്നവൻ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകൾക്കും അവരവരുടേതായ ധർമ്മങ്ങളുണ്ട്, അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ദേവതകൾ എങ്ങനെ കഴിഞ്ഞിരുന്നുവോ അതുപോലെ മനുഷ്യരും കഴിയണം. അതല്ലാതെ ഞാൻ മാത്രമാണ് എല്ലാം അറിയുന്നവൻ, എനിക്ക് മാത്രമാണ് ശക്തിയുള്ളത്, ബാക്കി എല്ലാവരും എൻ്റെ അടിമകൾ, ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന നിലയിലല്ല സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ, നമ്മൾ ഭാരതീയർ
എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. കാരണം അതാണ് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മന്മഥ പർവം, അതിനുശേഷം മഹേശ്വരന്റെ ഉറപ്പ്, അങ്ങനെ പിന്നീട് അങ്ങോട്ട് അതിമനോഹരമായ സംഭവ വികാസങ്ങളാണ് നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും കുമാര ജനനത്തിനായി കാത്തിരിക്കാം. നിങ്ങളെന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. സ്കന്ദഷഷ്ഠി ദിവസം വരെ നമുക്ക് കഥകളുമായി മുമ്പോട്ട് പോകാം. ശൂരപത്മാസുരനെ വധിച്ച് ദേവന്മാരെ രക്ഷപ്പെടുത്തിയ കുമാരദേവൻ, അതിനുശേഷം കുമാരൻ്റെ തിരുക്കല്യാണം, ഈ കഥകളൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിർദ്ദേശങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. എല്ലാവരോടും നാമം ജപിക്കുവാൻ പറയുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ നാമജപത്തിൽ ഉൾപ്പെടുത്തുക. അവരോടൊക്കെ ഈ കഥകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം എല്ലാവരും ഭഗവാന്റെ മാർഗത്തിലേക്ക് വരട്ടെ. അത് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.